നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കൊണ്ടാട്ടമാണ്. അതായത് പാവയ്ക്ക കൊണ്ടാട്ടം. പാവയ്ക്ക എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിലൊക്കെ കയ്പ്പ് വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കയ്പ്പ് കുറവായിരിക്കും എന്ന് മാത്രമല്ല, നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടത് പാവയ്ക്ക തന്നെയാണ്. പാവയ്ക്ക, ഉപ്പ്, കായപ്പൊടി, മുളക് പൊടി, പിന്നെ അരിപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഈ ഒരു പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത്. ആദ്യമായി നമ്മൾ പാവയ്ക്ക മുറിക്കണം. ഇതാദ്യം 2 കഷ്ണമാക്കി, ഒരു കഷ്ണം മാറ്റി വെച്ച്, പിന്നെ കണ്ടോ ഈ ഈ ഈ ഈ കനത്തില് വേണം മുറിക്കാൻ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ മുറിച്ചിടുക. ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവൊന്നും എടുക്കണ്ട. കയ്പുണ്ടാവും, പക്ഷെ ഇത് ചെയ്തു വരുമ്പോൾ വലിയ കയ്പ് തോന്നത്തില്ല. ഇതിപ്പോൾ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പാവയ്ക്കയോട് ഒരു പ്രണയമൊക്കെ തോന്നും. അപ്പോൾ ഇതിങ്ങനെ ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കായം ഇടുക. എന്നിട്ടൊന്ന് ശരിക്ക് കൈകൊണ്ട് തന്നെ കുഴയ്ക്കുക. അതായത് ഈ ഇട്ട പൊടികളെല്ലാം ഈ പാവയ്ക്കയിൽ ശരിക്ക് പിടിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ തടവി വിടാവുള്ളൂ. ഇങ്ങനെ പിടിച്ച് ഞെരിച്ചു കഴിഞ്ഞാൽ പാവയ്ക്ക ജ്യൂസായി പോകും. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ തടവി വിടാനേ പാടുള്ളൂ. എടുക്കുക, ഇങ്ങനെ ഇടുക, എടുക്കുക, ഇങ്ങനെ ഇടുക. എല്ലാത്തിലും പിടിച്ചെന്നുള്ളതിന് ഒന്ന് ഉറപ്പുവരുത്തുക. ഇതിങ്ങനെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. അതായത് ഇതിൻ്റെ പൊടികളെല്ലാം ശരിക്കും ഒന്ന് പിടിക്കട്ടെ, എന്നാലേ നമ്മുടെ ടേസ്റ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അങ്ങനെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അരിപ്പൊടി കയ്യിലെടുക്കുക, ഒന്ന് തൂവുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ഇട്ടാൽ മതി കേട്ടോ. ഇതൊന്ന് കവറായി കിട്ടാനുള്ളത് മാത്രം. ഇട്ടുണ്ട്, എണ്ണയും തിളച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണയിലേക്ക് ഇടുക. കളർ ഇങ്ങനെ മാറി വരുന്നുണ്ടോ? ഇത് ശരിക്കും ബ്രൗൺ ആയി കഴിയുമ്പോഴാണ് നമ്മൾ കോരേണ്ടത്. നല്ല ക്രിസ്പായി കിട്ടും. ഇത് ആയിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ കോരിയെടുക്കുക. ലോ ഫ്ലെയിമിൽ അല്ല, ഹൈ ഫ്ലെയിമിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാവയ്ക്ക കൊണ്ടാട്ടം. ഇത് ഒരു 4 മണി പലഹാരമായിട്ട് കരുതരുത്. ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇപ്പം കറിയില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ കൊച്ചുമോനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. നിഞ്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവന് എത്ര വേണമെങ്കിലും ചോറ് കഴിച്ചോളും. നല്ല ടേസ്റ്റാണ്. ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക.